ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു Xylem SSC. Xylem SSCയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് അടുത്ത മാസം, അതായത് 2026 ഫെബ്രുവരി 23 തുടങ്ങുന്ന ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്ന SSC GD പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഒരു മാസമേ നമുക്കുള്ളൂ കഷ്ടിച്ചല്ലേ. അപ്പോൾ ആ ഒരു മാസം നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം, ഇതുവരെ പഠനം ആരംഭിച്ചില്ലെങ്കിലും എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും. നിങ്ങൾ എഫർട്ട് ഇടുകയാണെങ്കിൽ ഒരു മാസമാണെങ്കിൽ നമുക്ക് പ്രിലിംസ് അല്ലെങ്കിൽ എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ SSC GD പരീക്ഷ. അതൊരു ഒറ്റ പരീക്ഷയേ ഉള്ളൂ, അതിന് പ്രിലിംസ് മെയിൻസ് ഒന്നും ഇല്ല. ഓക്കെ, അതിനകത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 160 മാർക്കിനാണ്, 80 ചോദ്യങ്ങളാണ്, ഒരു ചോദ്യത്തിന് 2 മാർക്കാണെന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും എന്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ പ്രിപ്പറേഷൻ ഒന്നും ആരംഭിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ളതൊന്ന് നോക്കിയാലോ. യെസ്, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് മസ്റ്റ് ഡൂസ് ആണ് ഞാൻ പറയുന്നത്. അതായത് മസ്റ്റ് ഡൂസ് ഇപ്പോൾ ബിഫോർ എ സ്റ്റുഡൻറ് ഈവൻ ഓപ്പൺസ് ഹിസ് ഓർ ഹെർ ബുക്ക്. അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണത്? വെയിറ്റേജ് അറിഞ്ഞിരിക്കണം. എന്തിൻ്റെ വെയിറ്റേജ്? ഓരോ ചോദ്യത്തിൻ്റെയും ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് ഒക്കെ അറിയണം അല്ലേ. അതായത് നോട്ട് ഓൾ ചാപ്റ്റേഴ്സ് ആർ ഈക്വൽ. നിങ്ങൾക്കൊരു GK ബുക്ക് കിട്ടി, അതിനകത്ത് സകല സാധനത്തിനും ഒരേ വെയിറ്റേജ് ആണെന്ന് അല്ല, അങ്ങനെയല്ല. അതായത് ഏതെല്ലാം പോർഷനിൽ നിന്നാണ് അധികം ചോദ്യങ്ങൾ ചോദിക്കാറ്, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോക്കസ് മോർ ഓൺ ടോപ്പിക്സ് ലൈക്ക്, നോക്കണം ഏതൊക്കെ ടോപ്പിക്സാ. നമ്മുടെ ആരൊക്കെയുണ്ട്? പെർസെൻറ്റേജ് മാത്സിൽ അല്ലേ, കോഡിങ് ഡീകോഡിങ്, റീസണിങ്ങിൽ, ടെൻസസ് ഇംഗ്ലീഷിൽ, ഇതെല്ലാം അതിനിർണായകമായിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ ദ വൈ, അതായത് എനിക്ക് എന്തിനാണ് ഈ ജോലി എന്നുള്ളത്. റിമൈൻഡ് യുവർ സെൽഫ് വൈ യു വാണ്ട് ദിസ് ജോബ് അല്ലേ. സെർവിങ് ദ നേഷൻ അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി ആണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഞാൻ ഈ ആഗ്രഹം, എനിക്ക് എന്തിനാണ് ഈ ഒരു ജോലി ഒരു നീഡായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇതൊരു നീഡായിട്ടുള്ളത്? ഇതൊരു വാണ്ട് അല്ല, ഇതൊരു നീഡാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോട്ടിവേറ്റഡ് ആവാൻ പറ്റും ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യമേ കളക്ട് ചെയ്ത് വെക്കണം. നമ്മൾ അവസാന നിമിഷത്തിൽ അയ്യോ അതില്ല എന്ന് പറയാൻ നിൽക്കരുത്. അപ്പൊ ഇപ്പോഴേ പഠനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ന് ഈ വീഡിയോ കണ്ടതിന്റെ ശേഷം ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കുകൾ, പഠനത്തിന് ആവശ്യമായിട്ടുള്ള ബുക്കുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സസ്, നമ്മുടെ ക്ലാസ്സസ് ആണ് കാണുന്നെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എടുത്തു വെക്കുക, ക്ലാസ്സസ് ഒക്കെ കേട്ടോ. ആൻഡ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് കിട്ടുവാണെങ്കിൽ സൊല്യൂഷൻസ്, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് സൊല്യൂഷൻസ് കിട്ടുവാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നോട്ട്ബുക്ക്, നിങ്ങൾ നമ്മുടെ ക്ലാസ് ആണെങ്കിലും മറ്റ് ക്ലാസ് ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ട് നോട്ടിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, സെറ്റാക്കി വെക്കണം. എപ്പോൾ? ബിഫോർ Day 1, പഠിച്ചു തുടങ്ങുന്ന ആ Day 1 മുന്നേ തന്നെ സെറ്റാക്കി വെക്കണം എന്നാണ് കേട്ടോ. ഓക്കെ, അതായത് ഇനി എന്താ പറയണത്, ഡോണ്ട് ബൈ ഡിഫറെൻറ്റ് 10 ബുക്സ് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 ബുക്സ് മേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളെപ്പോഴും പ്രശ്നം എന്താ അറിയോ, നമ്മൾ 100,000 സാധനങ്ങൾ മെറ്റീരിയലിൻ്റെ ഒരു കൂടുതലായി മെറ്റീരിയൽ വരുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും, ഒരുപാട് മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പിക്ക് 1 ഗുഡ് സോഴ്സ് ഫോർ ഈച്ച് സബ്ജക്റ്റ് ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ് എന്നുള്ളതാണ്. ഓവർ കളക്ടിങ് മെറ്റീരിയൽ ലീഡ്സ് ടു കൺഫ്യൂഷൻ. അതെപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു ടീച്ചറെ, ഒരു വിഷയത്തിന് ഒരു ടീച്ചറെ, അല്ലെങ്കിൽ ഒരു വിഷയത്തിന് ഒരു ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, 100,000 ബുക്കുകൾ നോക്കി പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ Day 1 പോകുമ്പോൾ ഫസ്റ്റ് വീക്ക് 4 വീക്കായിട്ടാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 വീക്ക് എന്നുള്ള രീതിയിൽ 28 ദിവസം അല്ലേ. ആൻഡ് അതിന് ഏകദേശം ഒരു മാസമാവും. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീക്ക് 1 എന്തൊക്കെ ചെയ്യണം? ഫൗണ്ടേഷൻസും സ്പീഡ് ബൂസ്റ്റേഴ്സും ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം. അവിടുത്തെ നമ്മുടെ ഗോൾ എന്താണ്? മാസ്റ്റർ ദ ടൂൾസ് ഓഫ് ദി എക്സാം. അതായത് ടൂൾസ് എന്തൊക്കെയാണ്? കാൽക്കുലേഷൻ സ്പീഡും ബേസിക് സെന്റൻസ് സ്ട്രക്ചറും ഒക്കെയാണ് സത്യം പറഞ്ഞാലും മാത്സിലെയും ഇംഗ്ലീഷിന്റെയും കാര്യത്തിൽ നമ്മുടെ
ടൂൾസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അവിടെ ക്യു എയിൽ എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ വീക്ക് നിങ്ങളെ ക്യു എയിൽ എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്യു എയിൽ 11 ടേബിൾസ് പഠിക്കണം. 1 മുതൽ 25 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ പഠിക്കണം. സ്ക്വയറുകൾ പഠിക്കണം. 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ മിനിമം പഠിക്കണം. ക്യൂബുകൾ 1 മുതൽ 15 വരെയും പഠിച്ചിരിക്കണം. ബേസിക് ആയിട്ട് ജി ഡിക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അടിസ്ഥാനപരമായിട്ട് ഇത് പഠിച്ചു വെക്കണം. പെർസെൻറ്റേജിന്റെയും ബേസിക്സ് പഠിച്ചിരിക്കണം. കൺവേർട്ടിംഗ് പെർസെൻറ്റേജസ് ടു ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ 50% എടുക്കണമെങ്കിൽ എന്താണ് നമ്മൾ 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഏതെങ്കിലും ഒരു സംഖ്യയുടെ 50% കാണാനായിട്ട് ഇൻറ്റു 1/2 ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടേബിൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, പിന്നെ ഫ്രാക്ഷൻസിന്റെ പെർസെൻറ്റേജ് ഒക്കെ ടേബിൾസ് സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങണം ആദ്യത്തെ ആഴ്ചയിൽ കേട്ടോ. ദെൻ റേഷ്യോ പ്രപ്പോർഷൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ഡിവൈഡ് ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഡിവൈഡ് 500 ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 3:2 എന്ന് പറഞ്ഞാൽ 300, 200 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിവിഷൻ നടക്കുക, ഇങ്ങനത്തെ ഡിവൈഡ് ചെയ്യുക എങ്ങനെയാണ്, റേഷ്യോ പ്രപ്പോർഷനിൽ ഈ ഡിവൈഡ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യത്തെ വീക്കിൽ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? 3:2 500 3:2 ആക്കുമ്പോൾ 300, 200 ആവുന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കണം. ഇത് ബേസിക്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യത്തെ വീക്കിൽ പോകേണ്ടത് മാത്സിൽ. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് തന്നെയാണ് ഓപ്റ്റ് ചെയ്യുക അല്ലേ. നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് ആണല്ലോ ഹിന്ദിയേക്കാൾ. അപ്പൊ നമ്മൾ എന്ത് ഓപ്റ്റ് ചെയ്യും? ഹിന്ദിയോ ഇംഗ്ലീഷോ എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് അവിടെ എന്ത് ചെയ്യണം? പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ആദ്യം കവർ ചെയ്യുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ. നമ്മുടെ നൗണ്, ആഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ആഡ്വേർബ്, ആർട്ടിക്കിൾ എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണ്. വേർബും എല്ലാം പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ എന്താണ് മുഖ്യമായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നൗണുകൾ നോക്കണം ആദ്യത്തെ ആഴ്ചയിൽ, പ്രോനൗണുകൾ നോക്കണം, പിന്നെ വേർബുകളാണ് നോക്കേണ്ടത് പ്രധാനമായിട്ടും ആദ്യ ആഴ്ചയിൽ കേട്ടോ. അവിടെ ടെൻസ് നോക്കി തുടങ്ങണം ആദ്യത്തെ ആഴ്ചയിൽ. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും നോക്കണം. ഇതാണ് എറർ സ്പോട്ടിങ്ങിന്റെ ബാക്ക് ബോൺ കേട്ടോ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന 3 ടെൻസും ഒന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ഏതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. അപ്പൊ എറർ സ്പോട്ടിങ്ങിന് ടെൻസ് ആണ് കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ടെൻസ് ആണ് നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ആൽഫബറ്റ് സീരീസോ റീസണിംഗിൽ ആൽഫബറ്റ് സീരീസ് ആണ് അല്ലെ. ലെറ്ററുകളുടെ റാങ്ക് മനസ്സിലാക്കണം. അതായത് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആണ്, ഇ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ലെറ്റർ ആണ്, ജെ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ലെറ്റർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എത്രാമത്തെ ലെറ്റർ ആണ് ഐ അല്ലെങ്കിൽ കെ അല്ലെങ്കിൽ ഓരോന്നും എത്രാമത്തെ ലെറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അതിന്റെ ഓർഡർ പഠിച്ചു വെക്കണം. ഇനി കോഡിങ് ഡീകോഡിങ് അല്ലേ. ആ കോഡിങ് ഡീകോഡിങ്ങിലോ ഒരു 50 ചോദ്യങ്ങൾ റീസണിങ്ങിലെ കോഡിങ് ഡീകോഡിങ്ങിൽ നിന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. അതിന് നമ്മളെ അരുൺ സാറിന്റെ ക്ലാസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും റീസണിങ് കാണാനായിട്ട് അല്ലേ. റീസണിങ്ങിൽ ആടിപ്പോളി ക്ലാസ്സുകൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്സ് ആണെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ഷാനിബ മിസ്സും ഗൂഗിൾ സാറും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹരി സാറും എല്ലാവരും മാത്സ് ടീച്ചേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ക്ലാസ്സും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും യൂട്യൂബിലും ആപ്പുകളിലുമായിട്ട് കേട്ടോ. അപ്പോൾ മാത്സും അത് നിങ്ങൾ യൂസ് ചെയ്യണം. റിസോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ, അത് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ കോഡിങ്ങിലും ഡീകോഡിങ്ങിലും എന്താണ് 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ കോഡിങ്ങിൽ നോക്കൂ, എൻ്റെ പേര് ഇപ്പം എങ്ങനെയൊക്കെ കോഡ് ചെയ്യാൻ എനിക്ക് അശ്വിൻ എന്നുള്ള പേര് എന്തൊക്കെ ചെയ്യാം? ബി ഇതാ A കഴിഞ്ഞിട്ട് ബി അല്ലേ, എസ് കഴിഞ്ഞിട്ട് QRST ചെയ്തൂടെ എനിക്ക്? QRST UVWX അല്ലേ, അത് കഴിഞ്ഞിട്ട് വരിക HIJ അല്ലേ, IJ ആണ്, N കഴിഞ്ഞിട്ട് O. എൻ്റെ പേര് വേണമെങ്കിൽ ഇങ്ങനെ കോഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിൽ നിന്ന് എന്ത് ഇങ്ങനെ ഒരു സാധനം തന്നു, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? അശ്വിനെ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതാണ് കോഡിങ് എന്ന് പറയുന്ന പരിപാടി അല്ലേ. അതായത് തൊട്ട് മുന്നത്തെ ലെറ്ററിലേക്ക് പോകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അതായത് ഇതിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുന്നത്തെ ലെറ്ററിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. ഇങ്ങനത്തെ സാധനം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കോഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെറ്റല്ലേ? അപ്പൊ അതും സെറ്റാക്കണം നിങ്ങൾ ആദ്യത്തെ ആഴ്ച. ഇനി GK ആദ്യത്തെ ആഴ്ച എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററിയിൽ എന്ത് പഠിക്കണം? ആൻഷ്യന്റ് ഇന്ത്യയിൽ എന്തൊക്കെ വരും? പ്രധാനമായിട്ടും ഇൻഡസ് വാലി പഠിക്കണം. ബുദ്ധിസവും ജൈനിസവുമാണ് ആദ്യ വീക്കിൽ കവർ ചെയ്യേണ്ടത് നിങ്ങൾ കേട്ടോ. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ബേസിക്സ് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ യൂണിവേഴ്സിന്റെ ബേസിക്സ്, പിന്നെ ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫി, അതായത് മൗണ്ടൻസ്, പ്ലെയിൻസിന്റെ ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ വീക്കിൽ കവർ ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആദ്യത്തെ ആഴ്ചയിൽ കവർ ചെയ്യേണ്ടത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ആഴ്ചയിൽ കവർ ചെയ്യണം ഒരാഴ്ച കൊണ്ട്, 7 ദിവസം കൊണ്ട്. ഇനി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുന്ന സമയത്തോ ഏറ്റവും കൂടുതൽ കവർ ദ ടോപ്പിക്സ് ദാറ്റ് അപ്പിയർ ദ മോസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഇൻ ദ SSC GD പേപ്പർ.
അതായത് രണ്ടാമത്തെ ആഴ്ച നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? രണ്ടാമത്തെ ആഴ്ച GD പരീക്ഷകളിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അത് നോക്കണം. മാത്സിലെ പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് അതെങ്ങനെ പഠിക്കാന്നറിയാം നമുക്ക്. റിലേറ്റ് ദീസ് ടു യുവർ ഡെയിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസസ് അല്ലേ. പ്രോഫിറ്റ് ലോസ് ഒക്കെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? നമ്മളാണ് അതായത് ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് രാഹുൽ എന്നാണെങ്കിൽ ആ രാഹുൽ നമ്മളാണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായി ഒരു സാധനം വാങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാഭം കിട്ടി, അത് എത്ര ശതമാനമാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കണം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ആവറേജ് മിക്സ്ചർ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്കാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കും. ഓക്കെ, അപ്പോൾ ആ 3 ടോപ്പിക്സ് നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിൽ നോക്കണം മാത്സിൽ. ഇനി ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ടോപ്പിക്കായിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്, അതായത് കോൺകോഡ് എന്ന് വിളിക്കും. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബ്. അവിടെ നോക്കൂ എന്താണ്? ദ ഡോഗ് റൺസ് ആണ്. ഡോഗ് സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ വന്നു, റൺസ് അല്ലേ. നമുക്കറിയാം വേർബ് ഇപ്പോൾ സിംഗുലർ ആവണമെങ്കിൽ അതിൻ്റെ അറ്റത്ത് എസ് വേണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡോഗ് ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചേർത്തു? സിംഗുലർ വെർബ് ചേർത്തു. ഇനി ഇതോ ഡോഗ്സ് പ്ലൂറലായി, അപ്പൊ റൺസിനെ എങ്ങനെയാ പ്ലൂറലാക്കുക? റൺ എന്നാക്കണം. അപ്പൊ അതാ ഡോഗ്സ് റൺ എന്നായി. അതായത് ഒരു വേർബിന്റെ അറ്റത്ത് എസ് ഇടുമ്പോൾ അത് സിംഗുലർ ആവും. വേർബിന്റെ അറ്റത്ത് എസ് ഇല്ലെങ്കിൽ അത് പ്ലൂറലാണ്. ഈ റൂൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇംഗ്ലീഷിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് രണ്ടാമത്തെ ആഴ്ചയിൽ ഇംഗ്ലീഷിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്, കാര്യമായിട്ട് നോക്കേണ്ടത്. പിന്നെ ആഡ്ജക്റ്റീവ്സിന്റെ ആർട്ടിക്കിൾസിന്റെ ഉപയോഗം. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ യൂസ് ഓഫ് എ ആൻഡ് ധ, ഇത് 3 നമ്മുടെ ആർട്ടിക്കിളുകളാണ്. അതിൻ്റെ 3ന്റെ ഉപയോഗങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ മെനി, മച്ച് പോലെയുള്ള അഡ്ജക്റ്റീവുകൾ കാര്യമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്, അതും കൂടെ നോക്കണം. അങ്ങനത്തെ മെനി, മച്ച് പോലെയുള്ള അഡ്ജക്റ്റീവുകളെയും നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം. മെനി കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ, മച്ച് കഴിഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺ, അതും നിങ്ങൾ കാര്യമായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വീക്കിൽ മാത്സിലും ഇംഗ്ലീഷിലും പഠിക്കേണ്ടത്. അവിടെ റീസണിങ്ങിൽ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ബ്ലഡ് റിലേഷൻസിനെ കുറിച്ച് പഠിക്കണം. അവിടെ ഫാമിലി ട്രീ പഠിക്കുന്നതാണ് ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. ഫാമിലി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫാമിലി ട്രീ വരയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ട്രീ വരയ്ക്കേണ്ടി വരും ഇവിടെ കാണുന്ന പോലെ കേട്ടോ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും ഫാമിലി ട്രീ വരയ്ക്കുകയാണെങ്കിൽ കേട്ടോ. പിന്നെയോ ഡയറക്ഷൻ തരും. രാജു 3 കിലോമീറ്റർ വടക്കോട്ട് നടന്നിട്ട് തെക്കോട്ട് പോയി, പിന്നെ പടിഞ്ഞാറോട്ട് പോയി എന്ന് പറയുന്ന സമയത്ത് ആ രാജു നിങ്ങളാണ് എന്നുള്ളത് അങ്ങോട്ട് സങ്കല്പിച്ചേക്കുക. അപ്പൊ നിങ്ങളിതാ നോർത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നോർത്ത് ഇങ്ങനെയാ പോവുക അല്ലേ. നോർത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ഇങ്ങനെയല്ല ഡയറക്ഷൻ വരയ്ക്കുക. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇങ്ങനെയല്ലേ വരയ്ക്കുക. അപ്പൊ നമ്മൾ ആ നോർത്തിലേക്ക് പോയി 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 5 ഇങ്ങനെ വരയ്ക്കാൻ പറ്റണം നമുക്ക് കേട്ടോ. പിന്നെ ഈസ്റ്റിലേക്ക് പോയി എന്ന് പറയുമ്പോൾ 3 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ എവിടെയാ പൊസിഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഇങ്ങനെ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പോവുക അതങ്ങോട്ട് ആലോചിച്ചാൽ മതി. സെറ്റല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഫാമിലി ട്രീ വരച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഇനി ജനറൽ നോളജിൽ എന്തൊക്കെ പഠിക്കുക, അതായത് GK എന്തൊക്കെയാണ് രണ്ടാമത്തെ ആഴ്ച കവർ ചെയ്യാന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? പോളിറ്റി നോക്കണം. കോൺസ്റ്റിറ്റ്യൂഷനും പ്രീആമ്പിളും ഫണ്ടമെന്റൽ റൈറ്റ്സും അതിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രീആമ്പിൾ നോക്കണം, ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കണം. അത് കാര്യമായിട്ട് അവിടെ നോക്കേണ്ട സാധനമാണ്. പിന്നെയോ ബയോളജിയിലെ ബേസിക്സ് നോക്കണം. സയൻസിൽ ഏതൊക്കെയാണ്? വൈറ്റമിൻസ്, ഡിസീസസ്, ഹ്യൂമൻ ബോഡി, ഇത് 3ഉം കവർ ചെയ്യണം. മുമ്പോട്ടേക്ക് പോകുന്നു. ഇനി വീക്ക് 3 ആണ്. 3rd വീക്കിൽ എന്തൊക്കെ നോക്കണം? 3rd വീക്ക് ഒരു നിർണായകമായിട്ടുള്ള ഒരു വീക്കാണ്. അവിടെ QAയിൽ എന്തൊക്കെ ചെയ്യണം? ടാക്ലിംഗ് ദ സ്ലൈറ്റ്ലി ഹാർഡർ ടോപ്പിക്സ്, കുറച്ച് കട്ടി കൂടിയ ടോപ്പിക് 3ാമത്തെ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നു. ആൻഡ് ഇംപ്രൂവ് ലോജിക്കൽ തിങ്കിങ് അല്ലേ. ഇംപ്രൂവിങ് ലോജിക്കൽ തിങ്കിങ്ങും നമ്മുടെ എന്തായിരിക്കും 3ാമത്തെ ആഴ്ചയിലെ ഗോളായിരിക്കും. ഓക്കെ, അപ്പൊ QAയിൽ ടൈം ആൻഡ് വർക്ക് നോക്കണം കേട്ടാ. അതായത് 2 പേര് അല്ലേ ചേർന്നുകൊണ്ട് 3 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 പേർക്ക് അതേ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെ ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ചോദ്യങ്ങൾ അല്ലേ. വേഗത കൈകാര്യങ്ങൾ അല്ലെങ്കിൽ വേഗത പോലെയുള്ള കാര്യങ്ങൾ, ട്രെയിനിന്റെ വേഗതയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും സ്ഥിരമായിട്ട് ടൈം സ്പീഡിൽ. അതൊക്കെ നിങ്ങൾ ആ ഒരു വീക്കിലാണ് കവർ ചെയ്യേണ്ടത് 3ാമത്തെ ആഴ്ചയിൽ. പിന്നെ മെൻസുറേഷനിൽ സ്ക്വയറും സർക്കിൾസും ട്രയാങ്കിൾസിന്റെയും ഏരിയാസും പെരിമീറ്റേഴ്സും ഒന്ന് കാര്യമായിട്ട് നോക്കിയേക്കുക കേട്ടോ. ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴോ 3rd വീക്കിൽ പ്രപ്പോസിഷൻ ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്.
ഓക്കെ, അതും രണ്ടും കാര്യമായിട്ട് നോക്കുക. അതായത് കൺജങ്ഷൻസ് പ്രപ്പോസിഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് വേർഡുകളാണ്, ഐഡിയാസ് കണക്ട് ചെയ്യാനുള്ള വേർഡുകളാണ്. കൺജങ്ഷൻസും പ്രപ്പോസിഷൻസും ഒക്കെ ഐഡിയാസിനെ കണക്ട് ചെയ്യുന്ന വേർഡുകളാണ്. ക്ലോസിനെ കണക്ട് ചെയ്യുന്നത് കൺജങ്ഷന്റെ ജോലിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നൗണിനെ അല്ലെങ്കിൽ എന്താണ്, അതായത് പൊസിഷൻ വ്യക്തമാക്കുന്ന സാധനങ്ങളാണ് പ്രപ്പോസിഷൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഇന്ന്, ഓൺ, അറ്റ്, ഫോർ എന്നൊക്കെ പറയുന്നതൊക്കെ പ്രപ്പോസിഷൻ്റെ എക്സാമ്പിൾ ആണ്. ഫ്രം, ടു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഉപയോഗങ്ങൾ പഠിച്ചിരിക്കണം ആ ഒരു ആഴ്ച. പ്രപ്പോസിഷനിൽ വേർബ് പ്രപ്പോസിഷൻ കൊലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഫ്രം കൂട്ടിയിട്ടാണ് ഡിഫർ ഫ്രം, സഫർ ഫ്രം അല്ലേ, സേവ് ഫ്രം, പ്രൊട്ടക്റ്റ് ഫ്രം, ഹൈഡ് ഫ്രം, ഇൻഫർ ഫ്രം എന്നൊക്കെ പറയുന്നത് പറയാം. അപ്പോൾ ഫ്രം കൂട്ടിയിട്ട് എന്തൊക്കെയുണ്ട്, അറ്റ് കൂട്ടിയിട്ട് എന്തൊക്കെയുണ്ട്, ലുക്ക് അറ്റ്, മാർവൽ അറ്റ്, എയിം അറ്റ്, ഗ്ലാൻസ് അറ്റ്, പിയർ അറ്റ്, ഇങ്ങനെ കുറേ അറ്റ് കൂട്ടിയിട്ടുള്ള വേർഡുകളുണ്ട്. അതെല്ലാം നമ്മൾ അവിടെ കവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കാര്യം. ഇനി വൊക്കാബുലറിയിലേക്ക് വരുന്നു. ഇത്രയും നേരം വൊക്കാബുലറി പറഞ്ഞിട്ടില്ല. അവിടെ വൊക്കാബുലറിയിൽ കാര്യമായിട്ട് ഇഡിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും കവർ ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ എന്തും പഠിച്ചു തുടങ്ങണം, സിനണിംസും കൂടെ പഠിച്ചു തുടങ്ങണം കേട്ടോ. അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ടേ. സിനണിംസും നമ്മൾ നോക്കേണ്ട സാധനമാണ്. സിനണിംസ് കൂടെ നോക്കണം. പക്ഷെ എന്ത് നോക്കണ്ട, ആന്റണിംസ് നിങ്ങൾ നോക്കണം. അതിന്റെ കാരണം എന്താണെന്നറിയോ, സിനണിംസ് വൃത്തിക്ക് പഠിച്ചു പോയാൽ ആന്റണിം ചൂസ് ചെയ്യാം. ആന്റണിം എന്ന് പറഞ്ഞാൽ എതിർപദം, സിനണിം എന്ന് പറഞ്ഞാൽ പര്യായപദം. ഓക്കെ, ആന്റണിം പഠിക്കണ്ട എന്ന് പറയാൻ കാരണം കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ സിനണിം വൃത്തിക്ക്, പര്യായപദങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോയാൽ എതിർപദം ഏതെന്ന് പിക്ക് ചെയ്യാൻ എളുപ്പമാവും എലിമിനേഷൻ മെത്തേഡിലൂടെ കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടി കുഴഞ്ഞു മറിഞ്ഞ അവിയൽ പരിവാവും. അപ്പൊ കൺജങ്ഷൻസ് നോക്കണം, പ്രപ്പോസിഷൻസ് നോക്കണം, വൊക്കാബുലറിയും സ്റ്റാർട്ട് ചെയ്യണം ആഴ്ച. ഇഡിയംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും സിനണിംസും ആയിട്ട് കേട്ടോ. ഓക്കെ, ഇനി ദാ നമ്മുടെ റീസണിങ്ങിൽ എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ, റീസണിങ്ങിൽ എന്തൊക്കെയുണ്ട് നമുക്ക്. സിലോജിസം ഉണ്ട് അല്ലെ. വെൻ ഡയഗ്രാംസ് വരച്ചിട്ട് എന്താണ്, ഓൾ എ ആർ ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമില്ലേ, ഓൾ എ ആർ ബി എന്നൊക്കെ പറഞ്ഞിട്ട് വരയ്ക്കുന്നത്. അങ്ങനെ വരച്ചു പഠിക്കുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയാ, സിലോജിസം എന്ന് പറയാ. അങ്ങനെ വെൻ ഡയഗ്രാംസ് വരച്ചിട്ട്, ഇങ്ങനത്തെ വെൻ ഡയഗ്രാംസ് വരച്ചിട്ട് പഠിക്കണം സിലോജിസം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഏറ്റവും എളുപ്പ മെത്തേഡ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ നോൺ വെർബൽ പേപ്പർ ഫോൾഡിങ് അല്ലെ, പേപ്പർ ഫോൾഡിങ്, മിറർ ഇമേജ് അല്ലെ, ആൻഡ് ഹിഡൻ ഫിഗേഴ്സ്. ഇതൊക്കെ ചിത്രം തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കണതാണ് അല്ലെ. ഈ ചിത്രം, ഓരോരോ ചിത്രം വരും അല്ലെ, ആ ചിത്രത്തിന്റെ അടുത്ത ഭാഗം ഏത് എന്നുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും റീസണിങ്ങിൽ ചോദിക്കാറ്. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ തേർഡ് വീക്കിൽ കവർ ചെയ്യേണ്ടതാണ്. ജി കെയിലേക്ക് വരുമ്പോൾ എക്കണോമിക്സ് മൂന്നാമത്തെ വീക്കിൽ കവർ ചെയ്യണം. എക്കണോമിക്സിൽ ഇതാ 5 year പ്ലാൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് 5 year പ്ലാനുകൾ എന്നുള്ളത് കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. കോമ്പറ്റേറ്റീവ് എക്സാം ഏത് വേണമെങ്കിലും ആവട്ടെ, PSC പോലും ചോദിക്കുന്ന ടോപ്പിക് അത്. ബേസിക് ടേംസ് ലൈക്ക് GDP, ഇൻഫ്ലേഷൻ, ഇത് അറിഞ്ഞിരിക്കണം. GDP എന്താ, ഇൻഫ്ലേഷൻ എന്താ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഹിസ്റ്ററിയിലോ, മോഡേൺ ഹിസ്റ്ററി, അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് കാര്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് മോഡേൺ ഹിസ്റ്ററിയിൽ മൂന്നാമത്തെ ആഴ്ച പഠിക്കാൻ വെച്ചിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. സെറ്റല്ലേ? അപ്പൊ ഇതുവരെ ഒക്കെയാണ്. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്, കാര്യമായിട്ട് പഠിക്കേണ്ടത്. പുതുതായിട്ട് എന്ന് പറഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. 4ാമത്തെ വീക്ക് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകരുത്, നമ്മൾ പുതുതായിട്ടൊന്നും കാര്യം പഠിക്കാൻ പോകരുത്. പുതിയ കാര്യങ്ങൾ 4ാമത്തെ വീക്ക് വേണ്ട. അവിടെ എന്താ ചെയ്യുന്ന അറിയോ, ഗെറ്റിംഗ് റെഡിയാണ്, ഗെറ്റിംഗ് എക്സാം റെഡി ബൈ പ്രാക്ടീസിങ് അണ്ടർ പ്രഷർ അല്ലേ. നമ്മൾ പ്രഷറിൽ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ പ്രഷർ വരുമ്പോൾ നമുക്ക് താങ്ങാനാവില്ല. അപ്പൊ നമ്മൾ 4ാമത്തെ ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഡു നോട്ട് സ്റ്റഡി എനിത്തിങ് ന്യൂ ദിസ് വീക്ക്. ഈ ഒരു 4ാമത്തെ ആഴ്ച എന്ത് ചെയ്യരുത്, പുതിയ കാര്യങ്ങൾ പഠിക്കരുത്. 21 ദിവസത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം 22-ാം തീയതി മുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത് മക്കളെ, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പുതിയ കാര്യങ്ങൾ പഠിക്കരുത്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അന്ന് വരെ പഠിച്ചതെല്ലാം മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഓൺലി റിവൈസ് യുവർ നോട്ട്സ് ആൻഡ് ഫോർമുലാസ്. നോട്ടുകൾ റിവൈസ് ചെയ്യുക, ഫോർമുലാസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റുകൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുത്തു തുടങ്ങണം. ഡെയിലി അറ്റംപ്റ്റ് 1 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എവറി ഡേ. ഇനിയുള്ള ദിവസങ്ങളിൽ 7 ദിവസം എല്ലാ ഡെയിലി അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മോക്ക് ടെസ്റ്റ് വീതം എടുക്കണം, നിർബന്ധമാണ്. 21 ഡേയ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ആൻഡ് അതിൻ്റെ അനാലിസിസ് നോക്കെ. എത്രയത്, സ്പെൻഡ് 1 hour ആഫ്റ്റർ എവറി മോക്ക് ടെസ്റ്റ് അനലൈസിങ് വിച്ച് ക്വസ്റ്റ്യൻസ് യു മിസ്ഡ് ആൻഡ് വൈ. അത് മിനിമം ആണ് 1 hour പറയുന്നത്. ഒരു hour പരീക്ഷയാണ്, ബാക്കി 1 hour നിങ്ങൾ അനലൈസ് ചെയ്യാൻ. മിനിമം 1 to 2, യു ക്യാൻ ടേക്ക് 1 to 2 hours ഫോർ ദാറ്റ്. അപ്പോൾ എന്തെല്ലാം തെറ്റി, എന്തുകൊണ്ട് തെറ്റി, അപ്പോൾ തെറ്റിയത് മാത്രമല്ല ശരിയായതിൻ്റെ ചുവടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കണം.
ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. മനസ്സിലായോ? നിങ്ങൾ ഏതെങ്കിലും ആപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതെങ്കിലാണ് ഈ പറയുന്നത് കേട്ടോ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ എവിടെയാണോ ചെയ്യുന്നത് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം, തെറ്റിപ്പോയത് എന്തുകൊണ്ടാണെന്ന്. ആൻഡ് വീണ്ടും വീണ്ടും തെറ്റിപ്പോകുന്നുണ്ട്. അതായത് ഡേ 1 ഡേ 2 ഡേ 3 എടുക്കുമ്പോൾ ഒരേ പോയിന്റ് വീണ്ടും വീണ്ടും ഞാൻ തെറ്റിക്കുന്നെങ്കിൽ ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് മാത്രം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും കിട്ടാത്ത നമ്മുടെ തെറ്റിപ്പോകുന്ന സ്പെല്ലിങ്ങുകൾ, മറന്നു പോകുന്ന വേർഡുകളുടെ മീനിങ്ങുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് ബുക്കിലേക്ക് എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാത്സിൽ കിട്ടാത്ത ഫോർമുല മൊത്തം എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ എഴുതി വെക്കുക, തെറ്റിപ്പോകുന്നത്. അത് റിവൈസ് ചെയ്താൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി കറണ്ട് അഫയേഴ്സ് ആണെങ്കിലോ, കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടതുണ്ട്. റീഡ് എ സമ്മറി ഓഫ്, അവിടെയാണ് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വരുന്നത്. 6 മാസത്തെ മിനിമം 6 മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് പോകണം. അവാർഡ്സ്, സ്പോർട്സ്, പിന്നെ ന്യൂ അപ്പോയിന്റ്മെന്റ്സ് അടങ്ങുന്ന കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ 6 മാസത്തത്, 6 മാസം ടു 1 ഇയർ ആണ് മിനിമം നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. 6 മാസത്തത് മിനിമം പഠിച്ചിരിക്കണം. അപ്പൊ എന്ത് ചെയ്യുക, ആ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. കഴിഞ്ഞ ഒരു ജൂൺ ജൂലൈ മുതൽ മിനിമം, കഴിഞ്ഞ ഒരു എൻറ്റയർ ഇയർ പഠിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ഇനി GK സ്പെഷ്യൽ എന്താണ്, റിവൈസ് സ്റ്റാറ്റിക് GK. സ്റ്റാറ്റിക് GKയിൽ നാഷണൽ പാർക്കുകൾ, ഫോക്ക് ഡാൻസുകൾ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്നൊക്കെ പറയുന്ന സാധനം എന്ത് ചെയ്യുക, അവിടെ അതൊന്ന് കാര്യമായിട്ടൊന്ന് നമ്മൾ റിവൈസ് ചെയ്യുക. സ്റ്റാറ്റിക് GKന്റെ പാർട്ടാണ് നാഷണൽ പാർക്കുകൾ, ഫോക്ക് ഡാൻസുകൾ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതൊന്ന് കാര്യമായിട്ടിരുന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ 4ാമത്തെ ആഴ്ച ചെയ്യേണ്ടത് കേട്ടോ. യെസ്, ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് അറിയോ? ഹെൽത്ത് ഇസ് വെൽത്ത്, അറിയാലോ നമുക്ക് അല്ലേ, ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നമുക്കറിയാം. ഇൻ ദ ലാസ്റ്റ് 10 days സ്ലീപ്പ് ഫോർ അറ്റ്ലീസ്റ്റ് 7 hours. എക്സാമിൻ്റെ ഒരു 10 day മുൻപ് മുതൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എത്ര ഒരു 7 മണിക്കൂർ ഉറങ്ങണം. 7 to 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. ചിലർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചു കളയും. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയ ശേഷം ബാക്കിയെല്ലാം പഠിക്കാനൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഇതെന്താ പ്രശ്നം അറിയോ, നമ്മുടെ മൈൻഡിലേക്ക് കയറൂല എങ്ങനെ പഠിച്ചാലും. ഞാൻ ഇനി 7 ദിവസമേ ഉള്ളൂ, പക്ഷെ ഞാൻ 24 hours പഠിക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉറങ്ങിയിട്ടില്ലേ മനുഷ്യൻ ആൾ വെടിയാവും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഉറക്കം എന്നുള്ളത് നമ്മുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാൻ ആവശ്യമാണ്. അപ്പോൾ 7 to 8 മണിക്കൂർ ലാസ്റ്റ് 10 days നിങ്ങൾ ഉറപ്പ് വരുത്തുക ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. എ ടയേർഡ് ബ്രെയിൻ കനോട്ട് റീകോൾ ഫോർമുലാസ് ഡ്യൂറിങ് ദ എക്സാം. കേൾക്കുന്നുണ്ടല്ലോ, ലാസ്റ്റ് ദിവസമൊക്കെ ഉറങ്ങാണ്ടിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ മുന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അഹോരാത്രം പഠിക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷനും വേണം. നമ്മൾ നൈസായിട്ട് എക്സാം എഴുതുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്ലിയർ ആയിട്ട് നമുക്കെല്ലാം ചോദ്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത്. അങ്ങനെ വരുന്നതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ഒരു വിഷ്വലൈസേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇമാജിൻ യുവർ സെൽഫ് സിറ്റിംഗ് ഇൻ ദ ഹാൾ, കാംലി സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് കോൺഫിഡൻസ് ഇസ് ഹാഫ് ദ ബാറ്റിൽ വൺ അല്ലേ. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ യുദ്ധം പകുതി ജയിച്ച പോലെയാണ് എന്നാണ് പറയുന്നത്. ഡോക്യുമെന്റ് ചെക്ക് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. വീണ്ടും പറയാണ്, ഡോക്യുമെന്റ് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ദിവസം മുൻപെങ്കിലും നമ്മുടെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യണം. കീപ് യുവർ അഡ്മിറ്റ് കാർഡ്, ID പ്രൂഫ്, ഫോട്ടോസ് റെഡി. എക്സാമിൻ്റെ 2 ദിവസം മുൻപ് ഈ സാധനങ്ങൾ എടുത്തു വെക്കണം. രാവിലത്തേക്ക് വെക്കരുത് എന്നാണ് വീണ്ടും പറയാനുള്ളത്. എക്സാമിന് രാവിലെ അല്ലെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കടയൊക്കെ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് ചെയ്യരുത് കേട്ടോ. പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പേ എടുത്തു വെക്കുക. 2 ദിവസം മുൻപേ, ഒരുപാട് ഡേയ്സ് മുന്നേ ഹോൾ ടിക്കറ്റ് വരില്ല. വന്നാൽ ഉടനെ അങ്ങോട്ട് ഹോൾ ടിക്കറ്റ് എടുത്ത് വയ്ക്കുക. അവസാന ദിവസത്തേക്ക് വെക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ 3 ആഴ്ച കൊണ്ട് കാര്യമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള പഠനം കഴിയണം. പിന്നീട് അങ്ങോട്ടേക്ക് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീക്ക് 4ലാണ് റിവിഷൻ, മോക്ക് ടെസ്റ്റുകളൊക്കെ വരുന്നത്, അനാലിസിസ്, പിന്നെ കറണ്ട് അഫയേഴ്സും GKയും അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മളെന്താ മോക്ക് ടെസ്റ്റും, അതായത് മോക്ക് ടെസ്റ്റും റിവിഷൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം. 4ാമത്തെ ആഴ്ചയിൽ GKയിലെ ഫോക്ക് ഡാൻസുകൾ, നാഷണൽ പാർക്സ്, അത് രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് അവസാനത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അതിൻ്റെ കഷ്ടപ്പാടൊക്കെ ഉള്ളത് അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഒതുക്കിയിട്ടുണ്ട്, മുന്നത്തെ വീക്കുകളിലേക്ക്. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് മിനിമം 6 മാസത്തേന്ന് ഓർക്കണം. എല്ലാ ദിവസവും എക്സാം മോക്ക് ടെസ്റ്റ് നിർബന്ധമാണ്. അവസാനത്തെ ഒരാഴ്ച അല്ലേ, അവസാനത്തെ ഒരാഴ്ച എന്താണ്, നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമാണ്. അതിൻ്റെ അനാലിസിസ് 1 hour മിനിമം ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്താൽ തന്നെ നമ്മുടെ സെറ്റാണ്. പിന്നെ നമുക്ക് കോൺഫിഡൻസ് മാത്രമാണ്. നമ്മൾ പറഞ്ഞില്ലേ, കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനമാണ് എവറിത്തിങ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. Your uniform is waiting. Go out there and break a leg. അല്ലേ, നിങ്ങൾക്ക് വേണ്ടി യൂണിഫോം അവിടെ കാത്തിരിക്കുകയാണ്. എവിടെ നിങ്ങളെന്ന് ചോദിക്കുകയാണ് അവിടെ നിന്ന് അല്ലേ, മാടി വിളിക്കുകയാണെന്ന് പറയാം.
അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ യൂണിഫോം ധരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ ഒരു യൂണിഫോം എടുത്ത് എന്താണ് രാജ്യത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഉഷാറാണല്ലോ, ഹെൽപ്ഫുൾ ആവും എന്ന് കരുതുന്നു ഈ ഒരു പാറ്റേൺ. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ താഴെ അറിയിച്ചേക്കുക, ഹെൽപ്ഫുൾ ആയാൽ പറയുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരേക്കും തൽക്കാലത്തേക്ക് ഐ എം സൈനിങ് ഓഫ് എവരിബഡി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്, ഹാപ്പി ലേണിംഗ് മക്കളെ, ബൈ.